മട്ടൺ ലിവർ കണ്ടുവോ? 250 ഗ്രാം മട്ടൺ ലിവറാണ് ഇത്. ഇതുപയോഗിച്ച് നമുക്ക് മട്ടൺ ലിവർ ഫ്രൈ ഉണ്ടാക്കാം. വെൽക്കം ടു അവർ ചാനൽ. കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വച്ചിട്ടുള്ള മട്ടൺ ലിവറിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളകും 1.5 ടീസ്പൂൺ ജീരകവും ക്രഷ് ചെയ്ത് എടുക്കണം. മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഞാൻ ഇടികല്ലിലാണ് ഇത് ചെയ്യുന്നത്. ജീരകം എത്രമാത്രം ഇട്ടാലും ഇത് ലിവർ ഫ്രൈക്ക് ഏറെ രുചികരമായിരിക്കും. ചതച്ചെടുത്ത ജീരകവും കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. കളർ ആവശ്യമാണെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഏറ്റവും കുറച്ച് ഇടുന്നതാണ് നല്ലത്. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം വയ്ക്കാം. 1/4 കിലോ, അതായത് 250 ഗ്രാം ലിവറാണ് എടുത്തിട്ടുള്ളത്. 10-15 മിനിറ്റുകൾക്ക് ശേഷം നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ തിളപ്പിച്ചെടുക്കാം. ചട്ടിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു, അതാണ് ഈ പൊട്ടുന്നത്. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി മുരിഞ്ഞു വരട്ടെ. ഇതിൽ മല്ലി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. മല്ലി ചെറുതായി മുരിഞ്ഞു വന്നാൽ മതി. തീ സിം ആക്കി വെച്ചോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ലിവർ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് കൂട്ടി വയ്ക്കണം. ലിവറിൽ നിന്നും ഊറി വന്നിട്ടുള്ള വെള്ളം ഇതിലുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തു വന്നോളും. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ സമയത്ത് നാളികേരത്തിൻ്റെ 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അതിൽ ഇട്ട് ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ വളരെ രുചികരമായിരിക്കും. 3-ാം പാൽ വറ്റി വന്നാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പൂർണ്ണമായും വെന്തു കഴിഞ്ഞാൽ അതിൽ 1-ാം പാൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ വാങ്ങി വയ്ക്കണം. ഞാൻ ഇവിടെ നാളികേരപ്പാൽ ഉപയോഗിക്കുന്നില്ല. അതിനു പകരം വെള്ളം വറ്റി വരുമ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്ത് ആണ് ലിവർ വേവിച്ചെടുക്കുന്നത്. ആവശ്യമാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലിവറിലെ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ലിവർ ഇനിയും വെന്തു വരേണ്ടതുണ്ട്. വെള്ളം വറ്റിക്കഴിഞ്ഞിട്ടുള്ളതിനാൽ 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ലിവർ വെന്തു വരട്ടെ. ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് കുറവാണ് ഈ ലിവർ ഫ്രൈക്ക് നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അതുതന്നെയാണ്. മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ലിവർ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നത് ഉത്തമമാണ്. മട്ടൺ ലിവർ കഴിച്ചാൽ ശരീരത്തിലെ രക്തം വർദ്ധിക്കും എന്നാണല്ലോ സാധാരണ പറയാറ്. BP-യും അനുബന്ധ രോഗങ്ങളും ഉള്ളവർ ഇത് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പരമാവധി ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ തീ കുറച്ചുകൂടി കൂട്ടി വെച്ചോളൂ. വെള്ളം വറ്റി കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായി വഴറ്റി ബാക്കിയുള്ള ജലാംശവും വറ്റിച്ചെടുക്കാം. ഇനി തീ കുറച്ചോളൂ. 2 തണ്ട് വേപ്പില കൂടി ചേർത്തെടുത്ത് നമുക്ക് മുരിച്ചെടുക്കാം. ഇപ്പോൾ മട്ടൺ ലിവർ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഇത്രമാത്രമേ മുരിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇനിയും മുരിച്ചെടുത്ത് ഡീപ്പ് ഫ്രൈ ആക്കിക്കോളൂ. മട്ടൺ ലിവർ കഴിക്കാവുന്നവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.